Hello everyone. എല്ലാവർക്കും എക്സാമിന് ലേണിംഗ് ആപ്പ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനി ചെയ്യാൻ പോകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഇനി ഞങ്ങൾ ചെയ്യാൻ പോവാണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം കാര്യം എന്താണ്? കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ഒരു 4-5 ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ 19 ഫ്രണ്ട്സിനോ എന്തെങ്കിലും ഷെയർ ചെയ്യുക. അവർക്കും കൂടെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്റർ ആണ്, ആൻഡ് ദെൻ ഗാന്ധി കേവ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പക്ഷെ അവസാനം മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ 2-3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എടുത്ത ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിസ്ക്രിപ്ഷനിലെങ്കിലും എന്താണ് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾ മിസ് ചെയ്ത് ഇഫോ ഐ വിൽ ഫ്ലൈയോ അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് കാണുക. ഒക്കെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഈ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷയിൽ വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആപ്പിൽ പോയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതെന്തായാലും ചെയ്യണം ഈ ക്ലാസ് കണ്ടതിന് ശേഷം. ഓക്കെ, പരീക്ഷയിൽ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻഡ് ദെൻ ഗാന്ധി കേവ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഷോർട്ട്, പക്ഷെ നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ. ഓക്കെ, വെറുതെ പറഞ്ഞു പോവുകയും ചെയ്യില്ല. ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു എസ്സേയിൽ നിന്ന് എടുത്ത ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം, വേറെ ആരോ അല്ല. അത് മനസ്സിലാക്കാം. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി, ബാക്കി നമുക്ക് നോക്കാം. World War I ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law. വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞു, പക്ഷെ എന്താണ് എല്ലാവരും വിചാരിച്ചത് എന്താണ് നല്ല സുഖമൊക്കെ ആയിരിക്കും ഇന്ത്യയിലൊക്കെ. പക്ഷെ എന്താണ് അതൊന്നല്ല സംഭവിച്ചത്. വളരെ റിപ്രസീവ് ആയിട്ട് അല്ലെ, അടിച്ചമർത്തപ്പെടുന്ന രീതിയിലുള്ള ലെജിസ്ലേഷനും റൂൾസും അതേപോലെ മാർഷ്യൽ ലോ, അതായത് മിലിറ്ററിയാണ് റൂൾ ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് പഞ്ചാബിലൊക്കെ വന്നത്. ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും വളരെ മോശമായ സിറ്റുവേഷൻ ആയിരുന്നു ഈവൻ ആഫ്റ്റർ വേൾഡ് വാർ I. ഓക്കെ, a bitter sense of humiliation and a passionate anger filled our people. We had become a derelict nation. Derelict എന്ന് പറഞ്ഞാൽ എന്താണ്? Derelict എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്ത് എല്ലാവരും നമ്മളെന്താണ് തള്ളി സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി നിർത്തി അല്ലേ. അങ്ങനത്തെ ഒരു നേഷനായിപ്പോയി നമ്മൾ അല്ലേ. എല്ലാവരും എന്താണ് പാഷനേറ്റ് ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യം, ബ്രിട്ടീഷുകാരുടെ ഒരു ദേഷ്യവും, പിന്നെ അതേപോലെ തന്നെ ഹ്യൂമിലിയേഷൻ അല്ലെങ്കിൽ നാണം കെടലൊക്കെ ആയിരുന്നു നമ്മുടെ ആൾക്കാർക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, yet what could we do? How to change this vicious process? Vicious എന്ന് പറഞ്ഞാൽ ക്രൂവൽ ആയിട്ട് പ്രോസസ്. എങ്ങനെ അതിനെ ചേഞ്ച് ചെയ്യും? We seem to be helpless in the grip of some all powerful monster. ആരാണ് ആ മോൺസ്റ്റർ? ബ്രിട്ടീഷുകാരുടെ ഗ്രിപ്പിലാണ് നമ്മൾ തോന്നുന്നുണ്ട്. Our limbs were paralyzed. കൈകാലുകൾ പാരലൈസ്ഡ് ആയിപ്പോയി. Our minds deadened. മനസ്സെന്താണ്? തോട്ട്സും മനസ്സൊക്കെ എന്താണ്? മരണപ്പെട്ടു. ഒന്നുമില്ല, മരവിച്ചു. Large number of people cut off from the land are incapable of any kind of manual or technical work join the swelling army of the unemployed. Basically കുറേ പേര് എന്താണ് അൺഎംപ്ലോയിഡ് ആയി അല്ലേ, ജോലിയൊന്നും കിട്ടാത്ത അവസ്ഥയിലായിപ്പോയി. And helpless and hopeless sank ever deep into the morass. അവർ അൺഎംപ്ലോയിഡ് ആവുന്ന മാത്രമല്ല, അവർ ഹെൽപ്ലെസ് ആയിരുന്നു, ഹോപ്പ്ലെസ് ആയിരുന്നു അല്ലേ, ഒരു ഹോപ്പും ഇല്ലാണ്ട് ഉള്ള ലൈഫായിരുന്നു. sank ever deeper into the morass എന്നാണ് ജസ്റ്റ് നോട്ട് ചെയ്തോ, a complicated situation that is difficult to escape from അല്ലേ. അതൊന്ന് എസ്കേപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായ സിറ്റുവേഷൻ. അതായത് ഈ ഹെൽപ്ലെസ്നെസ് എന്നും ഹോപ്പ്ലെസ്നെസ് എന്നും അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ അവരെത്തിപ്പെട്ടു. They did not know where to look, for neither the old nor the new offered them any hope. അത് പഴയ ജനറേഷനും മുതിർന്ന ആൾക്കാരും പുതിയ ആൾക്കാരും എന്താണ് പ്രത്യേകിച്ച് ഒരു പുതിയ ഹോപ്പ് ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല അല്ലേ. ആ രീതിയിൽ വളരെ മോശമായൊരു സിറ്റുവേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവസാനം ആഫ്റ്റർ വേൾഡ് വാർ I എല്ലാവരും വിചാരിച്ചു നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു, പക്ഷേ പീസൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. നടന്നെന്താണ് മാർഷ്യൽ ലോ അല്ലെ, അടിച്ചമർത്തപ്പെടുത്തുന്ന ഒരു റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് വന്നത്. മിലിറ്ററി റൂളാണ് നടന്നത്. പീപ്പിൾ മനുഷ്യന്മാരെന്താണ് ഇന്ത്യയിലെ മനുഷ്യന്മാരൊക്കെ ഭയങ്കര ദേഷ്യവും പാഷനേറ്റ് ആങ്കറും ഹ്യൂമിലിയേഷനും ഉണ്ടായിരുന്നു അല്ലേ. മെനി ആൾക്കാരെന്താണ് അൺഎംപ്ലോയിഡ് ആയിരുന്നു, അതിനോടൊപ്പം തന്നെ ഹോപ്പ്ലെസ് ആയിരുന്നു, തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ വളരെ സാഡായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ആഫ്റ്റർ വേൾഡ് വാർ നിന്ന്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ കേട്ടോ. നെക്സ്റ്റ് നോക്കാം. വാട്ട് കുഡ് വി ഡു? എന്ത് ചെയ്യാം നമുക്ക്? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് ക്വാഗ്മയർ ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം? ഈ ഒരു ക്വാഗ്മയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സാധനം അല്ലേ, ഒരു ചെളിക്കുണ്ട്. അതിൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പുറത്തെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചെളിക്കുണ്ടിൻ്റെ ഉള്ളിൽ എന്താണുള്ള ചെളിയല്ലാതെ പോവർട്ടിയും ഡിഫീറ്റിസും, തോൽവിയും പോവർട്ടിയും. ഓക്കെ,
Not for a few years of excitement and agony and suspense, but for long generations, our people had offered their blood and toil, tears and sweat. അപ്പം കുറച്ച് നാളുകളൊന്നുമല്ല, കുറച്ച് ഇയേഴ്സ് ഒന്നുമല്ല, എത്രയോ കാലങ്ങളായിട്ട്, എത്രയോ ജനറേഷൻസ് ആയിട്ട് എന്താണ് നമ്മുടെ ആൾക്കാർ ഇതിനു വേണ്ടി കഷ്ടപ്പെടുകയാണ്, ഇതിനെതിരെ കഷ്ടപ്പെടുകയാണ്. And this process had eaten its way deep into the body and soul of India, poisoning every aspect of our life. Okay. And then Gandhi came. അപ്പോഴാണ് ഗാന്ധി വരുന്നത്. ഇങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള വളരെ ഒരു ക്രൂവലായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഗാന്ധി കയറി വരുന്നത്. നമ്മുടെ മരണമാസ് ഗാന്ധി കയറി വരുന്നത്. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths. ഒരു ശുദ്ധവായു പോലെയായിരുന്നു അദ്ദേഹം കടന്നു വന്നത്. Like a beam of light that pierced the darkness and removed the scales from our eyes. അല്ലേ, ഒരു പ്രകാശത്തിൻ്റെ ഒരു അന്ധകാരത്തിനെ മാറ്റി നിർത്തുന്ന, അല്ലെ അകൽത്തി നിർത്തുന്ന ഒരു പ്രകാശത്തിൻ്റെ ഒരു കിരണമായിട്ടാണ് നമ്മുടെ ഗാന്ധി കയറി വന്നത്. അല്ലേ, ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എന്താണ്, ലൈറ്റായിട്ട് വന്നതല്ല, ബേസിക്കലി എന്താണ്, ഒരു ട്രൂത്ത്, ഒരു റെവലേഷൻ ആയിട്ട്, അല്ലേ, ഒരു അങ്ങനത്തെ രീതിയിലാണ് വന്നിരിക്കുന്നത്. ലൈക്ക് എ വേൾഡ് വിൻഡ്, ഒരു ചുഴലിക്കാറ്റ് പോലെ, ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ് ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ വർക്കിംഗ്സ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ്. മനുഷ്യന്മാരുടെ തോട്ട്സിനെ, അവരുടെ മൈൻഡിനെ ഒരു നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം കയറി വന്നത്. നിരാശപ്പെടുത്തുന്ന പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ബേസിക്കലി അവരുടെ മനസ്സിൽ ഇന്ത്യക്കാരുടെയും ബ്രിട്ടീഷുകാരുടെ ഒക്കെ എന്താണ്, അവരുടെ തോട്ട്സിനെയൊക്കെ എന്താണ്, അതിനെതിരെയായിട്ടുള്ള പുതിയ കുറച്ച് തോട്ട്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, നമ്മുടെ തോട്ട്സൊക്കെ അപ്സെറ്റ് ആയിപ്പോയി. രണ്ടുപേരുടെ എങ്ങനെയാണെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരുടെ തോട്ട്സിനെയും അതേപോലെ ബ്രിട്ടീഷുകാരുടെ തോട്ട്സിനെയും ഒക്കെ എന്താണ് അപ്സെറ്റ് ചെയ്യുക, അവരുടെ മൈൻഡിനൊക്കെ അപ്സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഗാന്ധി വന്നത്. എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. He did not descend from the top. He seemed to emerge from the millions of India, സ്പീക്കിംഗ് ദെയർ ലാംഗ്വേജ്. അദ്ദേഹം എവിടുന്നോ പൊട്ടിമുളച്ച് വന്ന ആളല്ല, അദ്ദേഹം ഇന്ത്യയുടെ സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് ഉയർന്നു വന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. അല്ലാണ്ട് എവിടുന്നോ വന്ന ഒരു വലിയൊരു പ്രമാണിയൊന്നും ആയിട്ട് ആർക്കും തോന്നിയില്ല. സാധാരണ ഒരു മനുഷ്യനായിരുന്നു, പക്ഷെ പൊന്തി വന്നു, സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് പൊന്തി വന്നു. ഓക്കെ, ഓർത്തുവെക്കാം. അടുത്ത, അപ്പോൾ ഇവിടെ വരെയുള്ള കീ പോയിന്റ്സ് എന്താണ്? അപ്പോൾ വേൾഡ് വാർ കഴിഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ഇന്ത്യ എന്തായിരുന്നു, പോവേർട്ടിയിൽ മുങ്ങി കുളിച്ച് കിടക്കുകയായിരുന്നു. ഗാന്ധി കയറി വന്നു. ഗാന്ധി വന്നതിന് ശേഷം എന്താണ്, ഗാന്ധി എവിടുന്നാണ് വന്നത്, എവിടുന്നോ പൊട്ടി മനസ്സിലാവും, അന്ന് കോമൺ മെൻ, സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. പിന്നെ എന്താണ്, മെല്ലെ എന്താണ്, പീപ്പിൾ എന്താണ്, മനുഷ്യന്മാരെന്താണ് മെല്ലെ അവർക്ക് എന്താണ് ഇങ്ങനെ എന്തോ സംഭവിക്കാൻ പോകാമെന്ന് തോന്നി, അല്ലേ, അവർക്ക് എന്താണ് മെല്ലെ ഉണരാൻ തോന്നി. പീപ്പിൾ സ്റ്റാർട്ടഡ് വേക്കിംഗ് അപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, റെഡി? ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും. വെറുതെ ഇങ്ങനെ കുറച്ച് അതിനെപ്പറ്റി ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ട്, അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു പാരഗ്രാഫിൽ ഗാന്ധി, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫാണ്, നമുക്ക് നോക്കാം. Get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty. അപ്പോൾ പെസൻസ്, കൃഷിക്കാരുടെ ഒക്കെ മുകളിൽ നിങ്ങളെ വെറുതെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം, അത് നിർത്തുക, പരിപാടി നിർത്തുക. ഓക്കെ, നിർത്തുക. ഓക്കെ, പൊളിറ്റിക്കൽ ഫ്രീഡം took a new shape then and acquired a new content. Much that he said we only partially accepted or sometimes did not accept at all. But all this was secondary. See, കുറേ കാര്യങ്ങൾ ഗാന്ധി പറഞ്ഞത് വി എന്ന് പറഞ്ഞ എന്താണ്, നെഹ്റുവും അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പാർട്ടിയും അങ്ങനെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്നാണ് എല്ലാം ഗാന്ധി പറഞ്ഞ അങ്ങനെ അക്സെപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അല്ലേ. ഗാന്ധി പറഞ്ഞ എല്ലാം സത്യമാണെന്നൊന്നും അവർക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതൊക്കെ സെക്കൻഡറി ആണ്, അതൊക്കെ സെക്കൻഡറി കാര്യമാണ്. കാരണം എന്താണ് നോക്കാം. ദി എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങിൻ്റെ കോർ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ്, ഫിയർലെസ്നെസ്സും ട്രൂത്തും. പരീക്ഷയിൽ 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ആണ്, ശ്രദ്ധിച്ചു കേട്ടോ. ഫിയർലെസ്നെസ്സും, ഭയമില്ലായ്മ, എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിർഭയം, പേടിയില്ലായ്മ, ആൻഡ് ട്രൂത്ത്, സത്യം. ആൻഡ് ആക്ഷൻ അലൈഡ് ടു ദീസ്. അല്ലെ, ഇത് വെറുതെ ഇങ്ങനെ വിചാരിച്ച് ഫിയർലെസ്നെസ് വെറുതെ പോരാ, ട്രൂത്തും വെറുതെ പോരാ, അതിനെ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ആക്ഷൻ ചെയ്യണം, അല്ലേ. ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ മാസസ് ഇൻ വ്യൂ, അല്ലെ. എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാ ആക്ഷനാണ് ചെയ്യേണ്ടത്. അതാണ് അദ്ദേഹത്തിൻ്റെ കോർ ഐഡിയ. അപ്പോൾ കോർ ഐഡിയ വളരെ നല്ലതായതുകൊണ്ട് ബാക്കി എന്താണ്, എല്ലാ പോയിന്റ്സും എന്താണ് ഇവർ അഗ്രി ചെയ്തിട്ടില്ല. പക്ഷെ അതിലൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം എന്താണ്, കോർ ഐഡിയ ഇതാണ്, ഏറ്റവും ബെസ്റ്റ് ഐഡിയ ആണ് എന്ന് അവർക്ക് തോന്നിയുകൊണ്ടാണ്. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ ഓർ എ നേഷൻ, സോ വി ഹാഡ് ബിൻ ടോൾഡ് ഇൻ ആർ ഏൻഷ്യന്റ് ബുക്സ്, വാസ് അഭയ, ഫിയർലെസ്നെസ്. അതിൻ്റെ അർത്ഥം കേട്ടോ. നോട്ട് മിയർലി ബോഡിലി കറേജ്, ഇതല്ല, മസിൽ പവർ അല്ല, ബട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. മൈൻഡിൽ, തലേന്ന് അല്ലെ ഹാർട്ടിൽ നിന്ന് എന്താണ്, നിങ്ങൾക്ക് ഫിയർ ഉണ്ടാവാൻ പാടില്ല. വെറുതെ ഈ ഒരു ശക്തിയല്ല, അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് പറയാൻ കാരണം, എന്ത് ഫിയർലെസ്നെസ് മാത്രമല്ല ഗാന്ധിജി ഉദ്ദേശിച്ചതെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ എന്ത് ഫിയർലെസ്നെസ് മാത്രമല്ല, ബോഡിലി
ഫിയർലെസ്നെസ്സോ അല്ലെ ബോഡിലി കറേജ് മാത്രമല്ല മൈൻഡിൻ്റെ മെൻ്റൽ കറേജും കൂടെ, മെൻ്റൽ ഫിയർലെസ്നെസ്സും കൂടിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ, റെഡി. The dominant impulse in India under British rule was that of fear. Pervasive, oppressing, strangling fear, fear of the army, the police, the widespread secret service, fear of the official class, fear of laws. ഇതിൽ കുറച്ചെങ്കിലും ഓർത്ത് വെക്കാം. അത് ബ്രിട്ടീഷുകാരുടെ അടിയിൽ എന്തിൻ്റെയൊക്കെ ഫിയർ ആയിരുന്നു മനുഷ്യന്മാരുടെ ഇടയിൽ, ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കുറച്ചെങ്കിലും പോലീസും പിന്നെ എന്താണ് ലോസിനെ പറ്റിയിട്ടും പിന്നെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ലാൻഡ് ലോഡ്സ്, ഏജന്റ്, ഫിയർ ഓഫ് ദി മണി ലെൻഡർ, ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അല്ലെ, ഇതൊക്കെ ആൾക്കാരെ പറ്റിയിട്ടും സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെപ്പറ്റി വേണ്ടിയാണ്. സ്റ്റാവേഷൻ വിച്ച് വർ ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ്. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, എല്ലാം ലിമിറ്റിലാണ്. ഇപ്പം ആയി ഇല്ല എന്നുള്ള രീതിയിലാണ് സ്റ്റാവേഷൻ, അൺഎംപ്ലോയ്മെന്റ് എല്ലാം. ആ ഒരു പേടിയിലാണ് ഇങ്ങനെ അകപ്പെട്ട് ജീവിക്കുകയായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരൊക്കെ. ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദിസ് all pervading fear that Gandhi's quiet and determined voice was raised. ഇതിനെതിരെയൊക്കെ ആയിരുന്നു ഗാന്ധിജി വർക്ക് ചെയ്തത്. Be not afraid. Was it so simple as all that? ഇത്ര സിമ്പിൾ ആയിരുന്നോ ഇതിന്? ബി നോട്ട് അഫ്രൈഡ്, പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ. അങ്ങനെ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിയാവും. അല്ലെങ്കിൽ ഗാന്ധിജീൻ്റെ ഫിലോസഫിയിൽ ഫിയർലെസ്നെസ്സും ട്രൂത്തും ശരിയാവും, അത്ര മതിയോ ചോദിക്കുകയാണ്. നോട്ട് ക്വയറ്റ് അല്ല, ഇത് മാത്രം പോരായിരുന്നു. കുറേ കാര്യങ്ങൾ, കുറേ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ബ്രിട്ടീഷുകാരോട് സംസാരിക്കണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കണം. പക്ഷേ അപ്പോൾ ഇത് മാത്രമല്ല എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ആൻഡ് യെറ്റ് ഫിയർ ബിൽഡ്സ് ഇറ്റ്സ് ഫാൻറ്റംസ് വിച്ച് ആർ more fearsome than reality itself, and reality when calmly analyzed and its consequences willingly accepted loses much of its terror. See, അത് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഫിയർ എന്ന് പറഞ്ഞാൽ നോക്കി ശ്രദ്ധിക്കാം, ഫിയർ ബിൽഡ്സ് ഇറ്റ് ഫാൻറ്റംസ്. ഫാൻറ്റംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ കുറേ രൂപങ്ങൾ, ഗോസ്റ്റ് പോലത്തെ കുറേ രൂപങ്ങൾ വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയാലിറ്റി ഇറ്റ്സെൽഫ്. ഈ ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവം ഉണ്ടെങ്കിൽ അതെന്താണ്, വേറെ കുറേ ഫിയേഴ്സ് ഉണ്ടാക്കും, അത് തന്നെ എന്താണ് നമ്മളെ തകർക്കാൻ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിയർലെസ്നെസ് എന്നുള്ള ക്വാണ്ടിറ്റി അല്ലേ, ഭയമില്ലായ്മ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആവും. എന്തുകൊണ്ടാണ്? ഈ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, പക്ഷേ വെൻ കാംലി അനലൈസ്, നിങ്ങൾ സമാധാനപരമായിട്ട് ഇരുന്ന് ഒന്ന് അനലൈസ് ചെയ്ത് കാര്യമൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയാൽ സംഭവം ഒന്നും ഉണ്ടാവില്ല. അതാണ് പറയുന്നത് അല്ലേ, വെൻ കാംലി അനലൈസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് വില്ലിംഗ്ലി അക്സെപ്റ്റഡ്. അതിന് എന്തൊക്കെയാണ് കോൺസിക്വൻസസ് ഉണ്ടാവും? അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? സ്റ്റാവേഷൻ്റെ കോൺസിക്വൻസസ് എന്താണ്? മണി ലെൻഡറിന് പൈസ കൊടുത്തില്ലെങ്കിൽ കോൺസിക്വൻസസ് എന്താണ്? ലോസ് ഒബേ ചെയ്തില്ലെങ്കിൽ കോൺസിക്വൻസസ് എന്താണ്? അതൊക്കെ നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കി സ്റ്റഡി ചെയ്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് ആ ടെറർ, ആ ഒരു ഭയപ്പെടുത്താനുള്ള ഒരു കഴിവെന്താണ് ഈ ഫിയറിന് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫിയർലെസ്നെസ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം അങ്ങനെ നിങ്ങളൊരു സ്റ്റേറ്റിൽ എത്താൻ പറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ശരിയല്ലേ? അപ്പോൾ ആ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. കാരണം അതിൽ ചിലപ്പോൾ ഒരു പരീക്ഷയിൽ ചോദ്യമായിരിക്കും. അപ്പം എഗെയിൻ നോട്ട്സ് അല്ല, ക്വസ്റ്റ്യൻസ് എന്താണ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എന്താണ് ഇതുവരെ പഠിച്ചൊരു കീ ഐഡിയാസ്? നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ 1 പറ്റി പഠിച്ചു, അതിനുശേഷം മോശാവസ്ഥയിലായിരുന്നു. പിന്നെ ഗാന്ധി വന്നു, ഗാന്ധിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെയാണ് ഗാന്ധിൻ്റെ മെയിൻ ഐഡിയോളജി പുറത്തു വരുന്നത്. ഗാന്ധി സെഡ് ഡോണ്ട് എക്സ്പ്ലോയ് ദ പ്ലേസസ്, സ്റ്റോപ്പ് ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിനെ നിർത്തുക. നോട്ട് ഓൾ ടീച്ചിങ്സ് വെർ അഗ്രീഡ് അപ്പോൺ. എല്ലാവരും എല്ലാ കാര്യങ്ങളും അഗ്രി ചെയ്തിട്ടില്ല. ആരൊക്കെയാണ് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സും അങ്ങനത്തെ ആൾക്കാരൊന്നും എല്ലാം അഗ്രി ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ എസെൻസ് എന്താണ്? എസെൻസ് ഫിയർലെസ്നെസ്സും ട്രൂത്തും ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ എസെൻസ് അടിപൊളിയല്ലേ, മതി, ധാരാളം. ബ്രിട്ടീഷ് റൂൾ, പിന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നതാണ്, ബ്രിട്ടീഷ് റൂൾ എന്തിനെ ബേസ്ഡ് ചെയ്താണ്? ആൾക്കാരുടെ പേടി, ഭയത്തിനെ ബേസ്ഡ് ആയിരുന്നു. എന്തൊക്കെ പേടി? കുറേ പേടികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 2-3 പഠിച്ചു വെക്കുക അല്ലേ. ലോസോ, മണി ലെൻഡർ, അൺഎംപ്ലോയ്മെൻറ്റോ, സ്റ്റാർവേഷൻ എന്തെങ്കിലും കൊടുക്കാം. അപ്പം ഇറ്റ് വാസ് നോട്ട് വെരി ഈസി അല്ലേ. അപ്പം ഇതിന് അഗെയിൻസ്റ്റ് നമ്മുടെ ഗാന്ധിജീൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? ജസ്റ്റ് നിങ്ങൾ ഫിയർ ഉണ്ടാകാതിരിക്കും, ഫിയർലെസ്നെസ് ആവുക അല്ലേ, അതാണ് സ്ട്രാറ്റജി. അല്ലെ ട്രൂത്ത് സീക്കിങ് ആവുക. അപ്പം നെഹ്റു അതേസമയം പറയുന്നുണ്ട് അത്ര ഈസി ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലേ, വെറുതെ ഇങ്ങനെ ഫിയർലെസ്നെസ് കാണിച്ചിട്ട് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾ ശരിക്കും അനലൈസ് ചെയ്ത് നോക്കിയാൽ ആ ഒരു ഫിയറിൻ്റെയും ഈ കാര്യങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്താ അതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. നെഹ്റു ഗാന്ധിജിയുടെ ഫിലോസഫിനെ പറ്റി കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്താണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. സോ സഡൻലി ആസ് ഇറ്റ് വേർ that black ball of fear was lifted from the people's shoulders, not wholly of course but to an amazing degree. അപ്പം ഈ ഒരു ഫിലോസഫി, ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ, ഗാന്ധിജി ഇന്ത്യയിൽ വന്ന് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും പറഞ്ഞപ്പോഴും ഒക്കെ എന്താണ്, ആ
പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഹെവി ക്ലോത്ത്, നമ്മൾ കോഫിനില്ലേ ഈ മരണപ്പെട്ടിയിലൊക്കെ മുകളിൽ ഇടുന്ന ഒരു ബ്ലാക്ക് പോൾ, അതും കൂടി ലിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, എന്തിൻ്റെ പോളാണ്? പോൾ ഓഫ് ഫിയർ. ആ ഫിയറാണ്. അപ്പം ബേസിക്കലി ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആ ഫിയറിനെ ഒരു തുണിയായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ആ ഫിയറിൻ്റെ തുണി എന്താണ്? ലിഫ്റ്റ് ചെയ്യപ്പെട്ടു അല്ലേ. വാസ് ലിഫ്റ്റഡ് ഫ്രം ദ പീപ്പിൾസ് ഷോൾഡേഴ്സ്, നോട്ട് ഹോളി, മൊത്തത്തിലല്ല, ബട്ട് ടു an amazing degree, മോശമല്ലാണ്ട്. ആസ് ഫിയർ ഇസ് ക്ലോസ് കമ്പാനിയൻ ടു falsehood, so truth follows fearlessness. ഫിയർ എന്താണ്? എന്തിൻ്റെ കമ്പാനിയനാണ്? കളവിൻ്റെ കമ്പാനിയനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഫിയർലെസ്നെസ് എന്നാണ്, അഥവാ ട്രൂത്ത് എന്നാണ് ഫിയർലെസ്നെസ്സിൻ്റെ, ഭയമില്ലാത്തതിൻ്റെ എന്നാണ്, അല്ലെങ്കിൽ പേടിയില്ലായ്മയുടെ എന്നാണ് ഒരു കമ്പാനിയൻ, ഫ്രണ്ടാണ്. ഓക്കെ, മനസ്സിലായി? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ട്രൂത്ത് പറയണം എന്നാണ്, നിങ്ങൾക്ക് കള്ളം പറയാൻ എളുപ്പമാണ് അല്ലേ. പേടിയുള്ളവരാണ് പെട്ടെന്ന് കള്ളം പറയും. സത്യം പറയാണെന്ന് നല്ല ധൈര്യമാണ് അല്ലേ. The Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Nevertheless, a sea change was visible as the need for falsehood and furtive behavior lesson. ഇന്ത്യക്കാർ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഗാന്ധിജിക്ക് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എന്താണ് വലിയ സത്യസന്ധരൊന്നും ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്താണ് ഒരു ചേഞ്ച് മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ സാധിച്ചു. മൊത്തത്തിൽ എന്താണ് ഒരു ചേഞ്ച് കാണാൻ സാധിച്ചു. ഓരോ ആൾക്കാരും ഇങ്ങനെ പെട്ടെന്ന് ഞാൻ സത്യസന്ധനായിട്ടൊന്നുമില്ല, പക്ഷെ എന്താണ് മൊത്തത്തിലൊരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിച്ചു. It was a psychological change, almost as if some expert in psychoanalytical method had probed deep into the patient's past, found out the origin of his complexes, exposed them to his view, and thus rid him of that burden. ഏതോ ഒരു വലിയൊരു സൈക്കോ അനലിസ്റ്റ് കയറി ഒരു മനുഷ്യൻ്റെ പാസ്റ്റിൽ പോയി അയാളുടെ ബുദ്ധിമുട്ടുകളും ആ ട്രോമാസൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത്, ഇതാ ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുത്ത്, അതൊക്കെ എന്താണ് നിൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളയുന്ന രീതിയിലാണ് ഗാന്ധിജി ഇന്ത്യക്കാരുടെ മനസ്സിൽ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു രീതിയിലാണ് ഗാന്ധിജിന് ഓപ്പറേഷൻ നടന്നതെന്നാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. ഇത് എക്സാക്ട്ലി നിങ്ങൾ എന്ത് എടുക്കരുത്, വേർബറ്റും, അതായത് ഇത് ലിറ്ററലി എടുക്കരുത്. മനസ്സിലായി? ലിറ്ററലി അല്ല, അതുപോലെ ആയിരുന്നു ഗാന്ധിജി ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് കടന്നു വന്ന് അവരുടെ മനസ്സുകളെ മാറ്റിയതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി? There was a psychological reaction also, a feeling of shame at our long submission to an alien rule that had degraded and humiliated us, and a desire to submit no longer, whatever the consequences might be. അപ്പോൾ ഒരു നാണം മനുഷ്യർക്ക് മെല്ലെ തോന്നി തുടങ്ങി. ഇത്രയും നാളും വേറെ ബ്രിട്ടീഷുകാരുടെ അടിയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, നാണം തോന്നില്ലേ എന്നുള്ള ഒരു ഫീലിംഗ് മെല്ലെ എല്ലാവർക്കും തോന്നി. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ നിർത്തുക, ഇനി ഞങ്ങൾ എന്താണ് ഇവിടെ പറയുന്നുണ്ട്, ആൻഡ് ദ ഡിസൈഡ് ടു സബ്മിറ്റ് നോ ലോങ്ങർ, ഞങ്ങൾ ഇനി എന്താണ് നിങ്ങളുടെ കാൽ കീഴിൽ വീടില്ല എന്നുള്ളൊരു ഫീലിംഗ്, ഒരു തോന്നല മെല്ലെ ആയി തുടങ്ങി. വി ഡിഡ് നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ പെർഹാപ്സ് ദാൻ വി ഹാഡ് ബിൻ പ്രീവിയസ്ലി, ബട്ട് ഗാന്ധി വാസ് ഓൾവേസ് ദെയർ ആസ് എ സിമ്പിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത് ടു പുൾ us up and shame us into the truth. എല്ലാവരും എന്താണ് പെട്ടെന്ന് ട്രൂത്ത്ഫുൾ ഒന്നും ആയിട്ടൊന്നുമില്ല, പക്ഷെ എന്താ ഗാന്ധിജി ഓൾവേസ് ഹി വാസ് ദെയർ, അദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നു. എന്തിന്? നിങ്ങൾ കളവ് കാണിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ പേടിക്കാൻ തുടങ്ങുമെന്നാണ് നിങ്ങളെ പിടിച്ചു വലിച്ച് ട്രൂത്തിൻ്റെ മുൻപിൽ കൊണ്ടുവെക്കുക, സത്യത്തിന് മുൻപിൽ വെക്കാൻ, ഇതിന് നിങ്ങളെ നാണം കെടുത്താൻ. സത്യത്തിന് മുമ്പിൽ വരുമ്പോൾ എന്താണ് എല്ലാവരും നാണം കെടും. നിങ്ങൾ കള്ളത്തരാണ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പേടിച്ചാണ് ഇത്ര നാൾ ജീവിച്ചെങ്കിൽ, നിങ്ങൾ സത്യത്തിന് മുന്നിൽ വരുമ്പോൾ നിങ്ങൾ നാണം കെടും. അപ്പോൾ ഗാന്ധിജി എപ്പോഴും ഉണ്ടായിരുന്നു പൊക്കി പിടിച്ച് എടുക്കാൻ വേണ്ടി. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പൊക്കി പിടിക്കുകയല്ല ശരിക്കും, അത് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാവും, അതെനിക്കറിയാം. അപ്പം ഫ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ സജസ്റ്റീവ് ഓഫ് ഗിൽറ്റി നെർവസ്നെസ്. എന്തോ കള്ളവ് നിങ്ങൾ ചെയ്തു, അപ്പോൾ വരുന്ന ഒരു നെർവസ്നെസ് ഇല്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ അത്രയും വേർഡ്സ് പ്രത്യേകിച്ചൊന്നും ഇല്ല, മീനിങ് വേറെ. അതിൽ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകും. വാട്ട് ഇസ് ട്രൂത്ത്? അപ്പോൾ ഈ ട്രൂത്തിനെ പറ്റി കുറേ പറഞ്ഞില്ലേ, സത്യം. എന്താണ് ട്രൂത്ത്? അത് പറയണ്ടേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, കാരണം പരീക്ഷയിൽ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. എന്താ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. I do not know for certain. ജവഹർലാൽ നെഹ്റു പറയാണ്, എനിക്ക് ഉറപ്പിച്ച് അറിയില്ല. ആൻഡ് പെർഹാപ്സ് our truths are relative and absolute truth is beyond us. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ട്രൂത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും അവരുടേതായ ട്രൂത്ത്സ് ഉണ്ട്. ചിലപ്പോൾ ചില ട്രൂത്ത്സ് കുറച്ചുകൂടി നല്ലതായിരിക്കും, ചിലതെന്താണ് മോശമായിരിക്കും അല്ലേ. അതായത് ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഒക്കെ പോലെ, അതായത് ശരിക്കും അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഇല്ല. പക്ഷെ എല്ലാം എന്താണ് റിലേറ്റീവായിട്ട് നിങ്ങൾക്ക് പറയാം. ഇതാണോ കുറച്ചും കൂടി സത്യം, അല്ല മറ്റേതാണോ കുറച്ചുകൂടി സത്യം, അങ്ങനെ നിങ്ങൾക്ക് പറയായിരിക്കും. അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ സത്യം ഉണ്ടാവും. അല്ലാണ്ട് എല്ലാ ലോകത്തിനും, എല്ലാ യൂണിവേഴ്സിന് വേണ്ടി ഒറ്റ സത്യം എന്ന് പറയാൻ എന്താണ് ബുദ്ധിമുട്ടായിരിക്കാം എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഞാൻ പറയുന്നത് കേട്ടോ. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. ഓരോ ആൾക്കാർക്ക് അതേ അവരുടേതായ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവും സത്യത്തിനെ പറ്റി. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ആയിട്ട് എന്താണ്
ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. ഓരോ ആൾക്കാരെന്താണ് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചത് അതിൻ്റെ ബേസ്ഡ് ആയിരിക്കും, നിങ്ങളുടെ കൾച്ചറും നിങ്ങളുടെ പേരൻസും നിങ്ങൾ എങ്ങനെ പഠിപ്പിച്ച അത് ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ സത്യങ്ങൾ, നിങ്ങളുടെ ട്രൂത്ത്സും. സോ ഓൾസോ ഗാന്ധി, അപ്പോൾ ഗാന്ധിക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഗാന്ധി എന്താണ് ഒരു സാധാരണ മനുഷ്യനൊക്കെയാണ് എന്ത് പറഞ്ഞാലും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളിലൊക്കെ ബേസ്ഡ് ആയിരിക്കും അദ്ദേഹം മനസ്സിൽ കരുതിയ സത്യങ്ങൾ. അപ്പോൾ അത് പെർഫെക്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല, അദ്ദേഹത്തിൻ്റെ സത്യമാണ്. ബട്ട് ട്രൂത്ത് ഈസ് അറ്റ്ലീസ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, I do not know of any person who holds the truth as Gandhi does. That is dangerous. See, എന്താ ഐഡിയ? എന്താണേലും അവസാനം നെഹ്റു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്ക് അവരുടെ സത്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെങ്കിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്വയം നിങ്ങൾക്ക് നിങ്ങളുടേതായ സത്യം ഉണ്ടെങ്കിൽ ആ സത്യത്തിനോട് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഗാന്ധിജിയോളം അള്ളിപ്പിടിച്ചിരിക്കുന്ന വേറെ ആരെയും നെഹ്റുവിനെ അറിയില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രൂത്ത് ഉണ്ട്, നിങ്ങൾ ആ സമ്മതിക്കുമല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ സത്യമുണ്ട്, അതെന്തും ആയിക്കോട്ടെ. അതിനോട് അള്ളിപ്പിടിച്ചിരിക്കുന്നത് എത്രത്തോളമാണെന്ന് നോക്കണമല്ലോ. അങ്ങനെയാണ് ഗാന്ധിജിയാണ് നെഹ്റു കണ്ടിടത്തോളം ഏറ്റവും ആ സ്വയം ഉണ്ടാക്കിയ ആ ഒരു സത്യത്തിനല്ലേ ആ ഒരു പെർസെപ്ഷനോട് അള്ളിപ്പിടിച്ചിരിക്കുന്നത്. ആ ഡെഡിക്കേഷൻ വേറെ ആരിലും എന്നാണ് നെഹ്റു അതിൽ കൂടുതൽ കണ്ടിട്ടില്ല. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി. അതൊരു ഡേഞ്ചറസ് ക്വാളിറ്റി. എന്തായിരിക്കും ഡേഞ്ചറസ് ക്വാളിറ്റി ഞാൻ കാരണം ഇൻ എ പൊളിറ്റീഷ്യനില്ലേ. കാരണം എന്താണ്? ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ് ആൻഡ് ഈവൻ ലെറ്റ്സ് എ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്. സി, ഡേഞ്ചറസ് കാര്യം എന്താണ്? സത്യം എല്ലാം അങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞാൽ എന്താണ് പ്രശ്നമായിരിക്കും അല്ലേ. എല്ലാ കാര്യങ്ങളും നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഒക്കെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെന്താണ് ചെറിയ കളവുകളൊക്കെ പുറത്ത് പറയാൻ തുടങ്ങിയാൽ ഡേഞ്ചറസ് ആണ്. ബാക്കിയുള്ള അവരുടെ ഫ്രണ്ട്സിനും പാർട്ടിക്കും ഒക്കെ എന്താണ് പ്രശ്നമാണ്. അതേപോലെ തന്നെ എന്താണ് വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ട്രൂത്ത് എന്താ മാറും അല്ലേ. ഇപ്പോൾ ഞാനൊരു ദിവസം ഒരു കാര്യം സത്യം വിചാരിക്കും, ചിലപ്പോൾ നാളെ ഞാൻ വിചാരിക്കും എനിക്ക് മനസ്സിലാവുക കളവായിരുന്നു, കുറച്ചും കൂടി നല്ലൊരു സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ട്രൂത്ത് എന്താണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ് അല്ലേ. പുറമേ ഒരാൾ നോക്കുമ്പോൾ ഇയാളെന്തായി പറയുന്നു, ഒരു ദിവസം പറയുന്നു, മറ്റേ ദിവസം വേറെ പറയുന്നു. അപ്പോൾ അതും പ്രശ്നമാണ്. അപ്പോൾ അത് ഡേഞ്ചറസ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഡേഞ്ചറസ്. ഒന്നെന്താണ് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നം. രണ്ടാമത് എന്താണ് അതിന് ചേഞ്ചിങ് ഫേസസ്. അപ്പോൾ വീണ്ടും മാറും. ട്രൂത്ത്സ് മാറുമ്പോൾ അത് ഇങ്ങനെ മാറ്റി പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതും ഡേഞ്ചറസ് ആണ്. ഓക്കെ, മനസ്സിലാക്കാം. ഗാന്ധി ഇൻഫ്ലുവൻസ് മില്യൺസ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പറയുന്നത് ആബ്സല്യൂട്ട് ട്രൂത്ത് ഉണ്ടാവണമെന്നില്ല, റിലേറ്റീവ് ട്രൂത്ത് ഉണ്ടാവുള്ളൂ. അത് ഓരോ ആൾക്കാർക്ക് അവരുടേതായ ട്രൂത്തേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കാം അല്ലേ. ആബ്സല്യൂട്ട് ട്രൂത്ത് ഉണ്ടാവണമെന്നില്ല അല്ലേ, ശരിക്കും എല്ലാവർക്കും വേണ്ടിയുള്ളൊരു സത്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈ ഓരോ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ട്രൂത്തിനോട് എത്രത്തോളം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നെഹ്റു കണ്ടത് വെച്ചിട്ട് ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. ഗാന്ധി ഇൻഫ്ലുവൻസ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വേരിയൻ ഡിഗ്രീസ്. ഓരോ ആൾക്കാരെ ഓരോ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലേ, ഒരു എമൗണ്ട് ആണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. സം ചേഞ്ച് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദി ലൈഫ്, അതേഴ്സ് വെൻ ഓൺലി പാർട്ട്ലി affected or the effect wore off and yet not quite. For some part of it could not be wholly shaken off. See, കുറേ പേരെ ഓരോ രീതിയിലാണ് എഫക്ട് ചെയ്തത് ഗാന്ധിജിയുടെ ഫിലോസഫീസും കാര്യങ്ങളും. കുറേ പേര് ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയി, ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയി. കുറച്ച് പേര് കുറച്ച് പേര് എന്താണ് കുറച്ച് എഫക്റ്റഡ്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പോയി. പക്ഷേ എന്താണെങ്കിലും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നും എന്താണ് ഹോള്ളി ഷേക്കൺ ഓഫ് ആക്കാൻ പറ്റിയില്ല. മൊത്തത്തിൽ എന്താണ് അതിനെ തള്ളിക്കളയാൻ ആർക്കും പറ്റിയില്ല. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി ആൻഡ് ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ ആൾക്കാർക്കും എന്താണ് ഓരോ വേർഷൻ ഉണ്ടാവും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, റെഡി? ഓക്കെ, അപ്പം എന്താണ് നമ്മൾ തിരി മനസ്സിലാക്കിയത്? പീപ്പിൾ എന്താണ് 100% എല്ലാവരും ഓവർനൈറ്റ് ഒരു ദിവസം കൊണ്ട് എന്താണ് പെട്ടെന്ന് സത്യസന്ധരായിട്ടൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും മീനിങ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താണ് ഫിയറും ഡിസോണസ്റ്റിയൊക്കെ എന്താണ് മെല്ലെ എന്താണ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ചെറിയൊരു ചേഞ്ച്, നമുക്ക് എന്തോ ഒരു ചേഞ്ച് കാണാൻ പറ്റി. അതൊരു സൈക്കോളജിക്കൽ ചേഞ്ചും കൂടെ ആയിരുന്നു. അതിന് കാരണം പറയുന്നുണ്ട്. ഒരു അനലിസ്റ്റ് എന്താണ് ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക, ആ രീതിയിലാണ് ട്രീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ ട്രൂത്തിനെ പറ്റിയാണ് പറയുന്നത്. ട്രൂത്ത് എന്താണ് ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവണമെന്നില്ല, റിലേറ്റീവ് ആയിരിക്കും. പക്ഷേ ഗാന്ധിജിയാണ് ബെസ്റ്റ് എക്സാമ്പിൾ അതിൻ്റെ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തന്നു, 2-3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ അദ്ദേഹം എന്താണ് കുറേ പേര് എന്താണ് ഓരോ ഡിഗ്രിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലെ. ഓരോ എമൗണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. ചിലവരെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തു, കുറേ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തോട്ട്സും അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഐഡിയാസും. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ ഗാന്ധിജി എക്സാക്ട്ലി എന്താ ചെയ്തതെന്നാണ് കുറച്ച് പറയുന്നത്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് നോക്കിയാൽ മതി, എല്ലാ ഡീറ്റെയിൽസും വേണ്ട. മെയിൻ ആയിട്ടുള്ള കാര്യം ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് 2-fold. അത് 2 കാര്യങ്ങളാണ് അദ്ദേഹം മെയിനായിട്ട് ചെയ്തത് ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണെന്ന് അറിയാം. ദെയർ വാസ് ഓഫ് കോഴ്സ് ദി ആക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ദ ഫോറിൻ റൂൾ. അതായത് ബ്രിട്ടീഷുകാരെ ചാലഞ്ച് ചെയ്യാനും അവരുടെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടല്ലോ, ഫിയർ അവരെങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതൊക്കെ റെസിസ്റ്റ് ചെയ്യാനും അതിനെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു കാര്യം. അപ്പം ഒരു ഫോൾഡ് ഓഫ് ആക്ഷൻ എന്താണ്
ഈ ഫോറിൻ റൂളിന് അഗെയിൻസ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ അത് മാത്രമല്ല, രണ്ടാമതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, there was also the action which led us to fight against our own social evils. ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന സോഷ്യൽ ഈവിൾസിന് അഗെയിൻസ്റ്റ് ഫൈറ്റും ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതേ ഞാൻ പറഞ്ഞത്, ഇന്ത്യക്കാരുടെ മനസ്സും എന്താണ് അപ്സെറ്റ് ആക്കുന്ന രീതിയിലാണ് ഗാന്ധിജി വന്നത്. അപ്പോൾ ഇന്ത്യയിൽ എന്തൊക്കെയോ മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, അതിന് അഗെയിൻസ്റ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യണം. ബ്രിട്ടീഷുകാർ മാത്രം എന്താണ് ഫൈറ്റ് ചെയ്താൽ പോരായിരുന്നു ഗാന്ധിജിയുടെ സ്ട്രാറ്റജി. ടു ഫോൾഡ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, റെഡി? പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ബേസിക്കലി ദ ഫ്രീഡം ഓഫ് ഇന്ത്യ ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, ദ പ്രിൻസിപ്പൽ പ്ലാൻസ് ഓഫ് കോൺഗ്രസ് വർ നാഷണൽ യൂണിറ്റി വിച്ച് ഇൻവോൾവ് എ സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലംസ് ആൻഡ് ദ റേസിംഗ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസസ് ആൻഡ് ദ എൻഡിങ് ഓഫ് അൺടച്ചബിലിറ്റി, മൈനോറിറ്റിയുടെ ഇഷ്യൂസ്, അതേപോലെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി, ക്ലാസ്സസ് ഓഫ് സൊസൈറ്റിക്ക് അവരെയൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവർക്കൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു എന്നാണ് രണ്ടാമത്തെ സ്ട്രാറ്റജി, രണ്ടാമത്തെ ഫോൾഡ് ഓഫ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അന്ന് അറിയാലോ. മൈനോറിറ്റി ക്ലാസ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു അല്ലേ, അവരൊക്കെ അവോയ്ഡ് ചെയ്യാനും അവരൊക്കെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യാനും സ്ലേവറിയുടെ ഫോംസ് വളരെയധികം പ്രെവലൻ്റ് ആയിരുന്നു അല്ലേ ഇന്ത്യയിൽ. അതേപോലെ തന്നെ അൺടച്ചബിലിറ്റി ഒരു ഇഷ്യൂ ആയിരുന്നു. പിന്നെ ട്രൈബൽ സൊസൈറ്റീസിനൊക്കെ മാറ്റി നിർത്തുന്നു, അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ അന്നുണ്ടായിരുന്നു. അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് സോഷ്യൽ ഈവിൾസ്, ഇതൊക്കെയാണ് സോഷ്യൽ ഈവിൾസ് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗാന്ധിജി ഫൈറ്റ് ചെയ്യും എന്നാണ് തീരുമാനിച്ചത്. റിയലൈസിംഗ് ദാറ്റ് ഇൻ ദ മെയിൻ props of British rule were fear, prestige, the cooperation of people and certain classes whose vested interests were centered in British rule, Gandhi attacked these foundations. See, ബ്രിട്ടീഷുകാരെ വെറുതെ വന്നങ്ങോട്ട് ഭരിക്കില്ല. അവർക്ക് എന്താണ് ഇന്ത്യക്കാരുടെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ടും കൂടിയാണ് അവർക്ക് എളുപ്പത്തിൽ ഭരിക്കാൻ പറ്റിയത്. അപ്പോൾ ആരായിരിക്കും ആ പ്രത്യേക ക്ലാസ്? എന്താണ് അവർ ഇന്ത്യയിൽ തന്നെ അപ്പർ ക്ലാസ്സസ് ആയിരിക്കും മിക്കവാറും വരിക. മിക്ക സ്ഥലത്തും അതാണ് സംഭവിച്ചത് അല്ലേ. അവർക്ക് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിന് ഒരു പ്രത്യേകിച്ച് കുഴപ്പമില്ലായിരുന്നു. കാരണം അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ റീസൺ ഫോർ ഇൻവോൾവ്മെന്റ് ഇൻ ആൻ അണ്ടർടേക്കിംഗ് ഓർ സിറ്റുവേഷൻ. അവരുടെ സ്വയം പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് കൂടിയാണ് അവർക്ക് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തത് അല്ലേ. കാരണം ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത് അവരും അൺടച്ചബിലിറ്റിനെയും സാധാരണ ലോവർ കാസ്റ്റിനെയും ഒക്കെ ഡിസ്ക്രിമിനേറ്റ് അവരും ചെയ്തോളും, ഞങ്ങളും ചെയ്തോളും. പിന്നെ ബ്രിട്ടീഷുകാരെന്നാണ് ഈ അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാർ, പൈസയ്ക്കുള്ള ആൾക്കാരെന്ന് അവരെ സപ്പോർട്ട് ചെയ്യും, അവർ തിരിച്ച് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു കോപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് ബ്രിട്ടീഷിന് ഇത്രയും സക്സസ്ഫുൾ ആകാൻ പറ്റിയത്. ഫിയറും ഉണ്ട്, പിന്നെ ഈ കോപ്പറേഷനും ഉണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ ഗാന്ധി അറ്റാക്ട് ഓൾ ദീസ്. ഗാന്ധി ആ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യാണ്. ടൈറ്റിൽസ് were to be given up, and though the title holders responded to this only in small measure, the popular respect for these British given titles disappeared. So ബ്രിട്ടീഷുകാർ കുറേ പേരെ ടൈറ്റിൽസ്, വലിയൊരു ടൈറ്റിൽസും അവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മെല്ലെ പോയി തുടങ്ങി. അതിനുള്ള ഇമ്പോർട്ടൻസ് പോയി തുടങ്ങി. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് were set up, and the pomp and the splendor of viceregal court and the princess suddenly appeared supremely ridiculous. ബേസിക്കലി ഈ കുറച്ച് കാര്യം മനസ്സിലാക്കേണ്ടത്. സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ പ്രതാപം, പോംപ് എന്ന് പറഞ്ഞാൽ ആഡംബരം, ഏതാണ്ട് എല്ലാം സെയിം ആണ്. വൈസ്രീഗൽ എന്ന് പറഞ്ഞാൽ വൈസ് റോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ആ വൈസ് റോയുടെ കോർട്ടിൻ്റെ ഈ ആഡംബരവും പ്രതാപവും ഒക്കെ എല്ലാം ഡിസപ്പിയർ ആയി തുടങ്ങി. അതിനുള്ള ഇമ്പോർട്ടൻസ് പോയി തുടങ്ങി. ടൈറ്റിൽസിന് ഇമ്പോർട്ടൻസ് പോയി തുടങ്ങി. വൈസ്രീഗൽ കോർട്ടിനും പ്രിൻസസിനും, ബ്രിട്ടീഷ് പ്രിൻസസിനുള്ള ആ ഇമ്പോർട്ടൻസ് ഒക്കെ പോയി തുടങ്ങി. റിച്ച് മെൻ വർ നോട്ട് സോ ആൻഷ്യസ് ടു ഫ്ലോണ്ട് ദെയർ റിച്ചസ്. ഫ്ലോണ്ട് എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക. പൈസ ഉള്ള ആൾക്കാരെന്താണ് അവരുടെ ഈ ആഡംബരം ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നാണ്. അത്ര ഒരു തിടുക്കോ അത്രയും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ. കാരണം അതിനോടൊക്കെ എല്ലാവർക്കും പുച്ഛായി തുടങ്ങി. അതിനുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ പോയി തുടങ്ങി. മനസ്സിലായില്ല ഗാന്ധിജി വന്നപ്പോൾ. Outwardly at least, many of them adopted simpler ways and in their dress became almost indistinguishable from humbler folk. സാധാരണ മനുഷ്യന്മാരെ പോലെ മെല്ലെ ഡ്രസ്സൊക്കെ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വ്യത്യാസമൊന്നും തോന്നാവുന്ന രീതിയിൽ തുടങ്ങി അല്ലേ. പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പൈസ ഉള്ള ആൾക്കാർ വേഴ്സസ് പൈസ കുറവുള്ള ആൾക്കാർ അവരെ മനസ്സിലാക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കുറച്ചുകൂടി പറ്റില്ല എന്നല്ല, ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടി. പണ്ടത്തെ കാലത്ത് കുറച്ച് ഭയങ്കര എളുപ്പമായിരുന്നു അല്ലേ. പൈസയുള്ള അപ്പർ ക്ലാസ്സിലെ ആൾക്കാരെന്നാണ് പ്രത്യേക രീതിയിൽ സ്വർണ്ണ ആഡംബരങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് ആഭരണങ്ങൾ കേട്ടോ, ആഭരണങ്ങളൊക്കെ ഇട്ട് ആഡംബരം കാണിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ്, ഭയങ്കര സ്റ്റാർക്കായിരുന്നു അന്ന്. ഇപ്പം അത്രയല്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് കാരണക്കാരൻ ആരും കൂടിയാണ്, ഗാന്ധിജിയുടെ ഈ ഫിലോസഫിയും കൂടിയാണ്. ഓക്കെ, റെഡി? അപ്പോൾ മനസ്സിലാക്കാം, ഇമ്പോർട്ടൻറ്റ് മീനിങ്സ് മനസ്സിലാക്കാം. He sent us to the villages and the countryside hum with the activity of innumerable messengers of the new gospel of action. ഗോസ്പിൾ ഓഫ് ആക്ഷൻ. ഗോസ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷം, ബൈബിളിൻ്റെ സുവിശേഷം പോലെ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗോസ്പിൾ ആരുടെ ഗോസ്പിളാണ്? ഗാന്ധിജിയുടെ ഗോസ്പിൾ എന്താണ്? വില്ലേജസിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഹീ സെൻറ്റസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം
ഞങ്ങളെന്താണ് വില്ലേജസിലേക്ക് സാധാരണ കോമൺ മെൻ്റെ സ്പേസിലേക്കില്ല സാധാരണ കൃഷിക്കാരൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജവഹർലാൽ നെഹ്റുവും അന്നത്തെ ആൾക്കാർ ആ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ആദ്യമായിട്ട് അവരുടെ സ്റ്റേറ്റ് മനസ്സിലാക്കിയെടുക്കുന്ന ഈ ഒരു ആക്ടിവിറ്റിയിലൂടെയാണ്. ദ പെസന്റ് വാസ് ഷേക്കൺ അപ്പ് ആൻഡ് ഹി ബിഗാൻ ടു എമേർജ് ഫ്രം ഹിസ് ഷെൽ. ആ ഒരു ഷെല്ലിൽ നിന്ന് ആ കൊക്കൂണിൽ നിന്നാണ് മെല്ലെ പുറത്ത് വരാൻ തുടങ്ങി കൃഷിക്കാരൻ. പെസന്റ് എന്നാണ് കൃഷിക്കാരെന്ന് മനസ്സിലാക്കിയത് കേട്ടോ ഇന്ത്യയിൽ. The effect on us was different but equally far-reaching, for we saw for the first time as it were, the villager in the intimacy of his mud hut and with the stark shadow of hunger always pursuing him. ആ ഒരു ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലേ ഒരു സാധാരണ ഒരു കൃഷിക്കാരൻ ഫേസ് ചെയ്യുന്നത്, എപ്പോഴും സ്റ്റാർവേഷൻ അല്ലെ ഹങ്കർ അയാളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ആദ്യമായിട്ട് ഇവർ കാണുന്നത് ഈ ഒരു ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ്. ഗാന്ധിജീൻ്റെ ഒപ്പവും ഗാന്ധിജിയുടെ കൂടെയും ഗാന്ധിജി പറഞ്ഞു വിട്ടിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ വില്ലേജസിലേക്ക് കേട്ടോ. We learned our Indian economics more from these visits than from books and learned discourses. The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life and our old standards. See, ഇത് കണ്ടേ പിന്നെ അവർക്ക് ഒരിക്കലും അവരുടെ പഴയ ഐഡിയോളജി അല്ലെ പഴയ ലൈഫിലേക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയുന്നില്ല. ഓക്കെ, കാരണം അത്രയും വലിയൊരു സത്യമാണ് അവർ കണ്ടത്. എങ്ങനെയാണ് മനുഷ്യന്മാർ ഇന്ത്യയിൽ ജീവിക്കുന്നത്, അവരുടെ ആ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ കണ്ടേ പിന്നെ ഒരിക്കലും എന്താണ് തിരിച്ചു പോകാൻ പറ്റിയില്ല. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ഉസ്താദ് ഹോട്ടലിൽ അവസാനം ഒരു ഷെഫില്ലേ, താജിൽ എന്തോ വർക്ക് ചെയ്യുന്ന ഒരു ഷെഫ് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ കാണുമ്പോൾ അത് ആ ഒരു ഇൻസിഡൻറ്റ് മതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഒരു നല്ല എക്സാമ്പിളാണ്. അതുപോലെ എന്താണ് നെഹ്റുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയൊക്കെ ലൈഫ് എന്താണ് അങ്ങോട്ട് ചേഞ്ച് ആയിപ്പോയി കേട്ടോ. ഹംഡ് എന്ന് പറഞ്ഞാൽ മൂളി എന്നാണ് സ്വാർത്ഥമൊക്കെ. പിന്നെന്താണ് സംഭവിക്കുന്നത്? I should work for an India in which the poorest shall feel that it is their country, in whose making they have an effective voice, and India in which there shall be no high class and low class of people, and India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. Women will enjoy the same right as men. This is the India of my dreams. ഓക്കെ, ഇതാണ് ഗാന്ധിജി പറഞ്ഞത്. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്ന് ഓർത്ത് വെക്കണം അല്ലേ. സാധാരണ മനുഷ്യന്മാർക്കും പോറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്താണ് അവരുടെ രാജ്യമായിട്ട് തോന്നണം. അതുപോലെ എന്താണ് ഹൈ ക്ലാസ് ലോ ക്ലാസ് അങ്ങനത്തെ പരിപാടി ഉണ്ടാകാൻ പാടില്ല. എല്ലാ കമ്മ്യൂണിറ്റീസും എല്ലാ റിലീജിയൻസും എന്താണ് വളരെ പീസ്ഫുൾ ആയിട്ട് പെർഫെക്റ്റ് ഹാർമണിയിൽ ജീവിക്കണം. പിന്നെന്താണ് അൺടച്ചബിലിറ്റി, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സും ഡ്രഗ്സും പിന്നെന്താണ് അതൊക്കെ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. അതിപ്പോൾ അങ്ങനെ ഓൾറെഡി അങ്ങനെ തന്നെയാണ് അല്ലേ. ഈ ഇന്ത്യ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രീമിലുള്ളത് അല്ലേ. പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ് ആസ് ഹി വാസ്. അദ്ദേഹം ഹിന്ദു റിലീജിയനെ പറ്റി പ്രൗഡായിരുന്നു. എല്ലാവരും അവരുടെ റിലീജിയനെ പറ്റി പ്രൗഡ് ആവുന്ന പോലെ അദ്ദേഹമായിരുന്നു. പക്ഷേ he tried to give to Hinduism a kind of universal attire and included all religions within the fold of the truth. ഗാന്ധിജി എന്താണ് എപ്പോഴും ട്രൈ ചെയ്തത്? എല്ലാ റിലീജിയൻസിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ, ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫിലോസഫി പറയുമ്പോൾ എല്ലാ റിലീജിയൻസിനും എടുത്ത് ഒരുമിച്ച് കൊണ്ടുവരാൻ. ഒരിക്കലും ഹിന്ദുവിസത്തിന് അദ്ദേഹം എന്ത് ചെയ്തില്ല, എക്സ്ട്രാ ഇമ്പോർട്ടൻസ് ഒരിക്കലും കൊടുത്തിട്ടില്ല. ഓക്കെ, മനസ്സിലായില്ലേ? ഹി റെഫ്യൂസ് ടു നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. Indian culture, he wrote, is neither Hindu, Islamic nor any other wholly. ഒരിക്കലും ഒരു റിലീജിയൻ്റെ ബേസ്ഡ് അല്ല ഇന്ത്യൻ കൾച്ചർ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. എല്ലാത്തിനും കൂടെ ഒരു ഫ്യൂഷനാണ് അല്ലേ. ഫ്യൂഷൻ മ്യൂസിക് ഒക്കെ ഉള്ള പോലെ ഇന്ത്യൻ കർണാട്ടിക് വെസ്റ്റേൺ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഫ്യൂഷൻ ഉള്ള പോലെ ഇതൊരു ഫ്യൂഷനാണ് എല്ലാ റിലീജിയൻസിൻ്റെയും എല്ലാ കൾച്ചേഴ്സിൻ്റെയും കൂടി. I want the culture of all lands to be blown about my house as freely as possible. എല്ലാ കൾച്ചേഴ്സും എന്താണ് എൻ്റെ വീട്ടിൻ്റെ മുകളിൽ കൂടി പറന്നു പോകാൻ വേണ്ടിയിട്ടല്ല, അതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. എല്ലാം എൻ്റെ മുൻപിൽ കൂടി ഞാൻ ഓപ്പൺ ആയിരിക്കണം. പക്ഷേ ബട്ട് ഐ റിഫ്യൂസ് ടു ബി ബ്ലോൺ ഓഫ് മൈ ഫീറ്റ് ബൈ എനി. പക്ഷേ ഒരു പ്രത്യേക കൾച്ചർ, അമേരിക്കൻ കൾച്ചറോ അല്ലെങ്കിൽ ചൈനീസ് കൾച്ചറോ കണ്ടിട്ട് ഞാൻ എന്താണ് ചാടിക്കയറി അത് ഫോളോ ചെയ്ത് പോയില്ല. I refuse to live in other people's houses as an interloper, a beggar or a slave. See, അത് ശരിക്കും ലിറ്ററൽ ആയിട്ടുള്ള മനസ്സിലാക്കണം കേട്ടോ. വേറെ ആരുടെ വീട്ടിൽ പോയി ജീവിക്കില്ല എന്നല്ല. വേറെ ആരുടെ ഇവിടെ വീട് എന്ന് പറഞ്ഞാൽ എന്താണ് വേറെ ആരുടെ കൾച്ചറിൽ, മറ്റൊരാളുടെ കൾച്ചറിൽ, മറ്റൊരു കൺട്രിയുടെ കൾച്ചറിൽ, റിലീജിയൻ്റെ കൾച്ചറിൽ ഞാൻ അതിൻ്റെ ഒരു അടിമയായിട്ട് ഒരിക്കലും ജീവിക്കില്ല. ഓക്കെ, മനസ്സിലായില്ലേ? Influenced by modern thought currents, he never let go of his roots and clung to them tenaciously. See, പുതിയ തോട്ട്സും പുതിയ കൾച്ചറും അദ്ദേഹം എന്താണ് എംബ്രേസ് ചെയ്തു, അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. അതിൽ നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് യൂസ്ഫുൾ ആക്കി അതൊക്കെ ആക്ഷനിലേക്ക് കൊണ്ടുവന്നു അല്ലേ.
പക്ഷേ എങ്കിൽ പോലും എന്താണ്, അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടിയില്ല. എന്ത് പുതിയ കാര്യം വന്നാലും അതിൻ്റെ പുറകെ ഓടാൻ അദ്ദേഹം നിന്നിട്ടില്ല. അങ്ങനെ നിൽക്കരുത് എന്നാണ് അദ്ദേഹം എല്ലാവരോടും പറയുന്നത്. ഓക്കെ, ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ പാരമ്പര്യം, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ, അറ്റയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റയർ എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ് ശരിക്കും ലിറ്ററൽ മീനിങ്. പക്ഷേ അറ്റയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പ്രസൻറ്റേഷൻ. ഓക്കെ, മനസ്സിലല്ലേ? ഓക്കെ, റെഡി. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ്, കഴിഞ്ഞു കേട്ടോ, എനിക്ക് കുറേ നേരം സമയമൊന്നുമില്ല, ലാസ്റ്റ് പാരഗ്രാഫാണ്, തീർന്നു. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. It's not a surprise. ഇത് ഇത്ര അടിപൊളി ആള് എല്ലാവരും അട്രാക്ട് ചെയ്യുന്നുള്ള കാര്യം എന്താണ്, വലിയ സർപ്രൈസ് ഉള്ള കാര്യമൊന്നുമല്ല. He seemed to them to link up the past with the future and to make the dismal present appear just as a stepping stone to the future of life and hope. See, dismal എന്ന് പറഞ്ഞാൽ എന്താണ്, ഇരുണ്ട. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റിൽ എന്താണ് ഇരുണ്ട സ്റ്റേറ്റിൽ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപൊക്കെ എന്താണ് വളരെ മോശമായിട്ടുള്ള അവസ്ഥ. ഫ്യൂച്ചറിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ട് അദ്ദേഹത്തിന് എന്താണ് ബാക്കിയുള്ളവരെ അങ്ങനെ തോന്നിപ്പിക്കാൻ പറ്റി, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഐഡിയ. ഇപ്പം മോശാവസ്ഥയായിരുന്നു, പക്ഷെ എന്താണ്, ഇനി വരാനുള്ള നല്ല കാലങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു മോശാവസ്ഥ അല്ല, ഒരു ഫേസാണ്, ഫേസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് അദ്ദേഹത്തിന് ബാക്കിയുള്ളവരെ തോന്നിപ്പിക്കാൻ പറ്റി. അതുകൊണ്ടാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അല്ലേ ഒന്ന് ആലോചിച്ച്, വളരെ മോശമായ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും എന്താണ് ഫുൾ ഡിപ്രസ്ഡ് ആയിരിക്കും, ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ല, ഇനി നല്ല കാര്യങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ എപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞ് ബാക്കിയുള്ളവരെന്താണ് കയ്യിലെടുക്കാൻ പറ്റി. മനസ്സിലായേ? Thus he effected a vast psychological revolution, not only among those who followed his lead, but also among his opponents and those many neutrals, രണ്ട് സൈഡിൽ നിൽക്കാത്ത ആൾക്കാർ, who could not make up their minds what to think and what to do. See, opponents, അദ്ദേഹത്തിന് ഫോളോ ചെയ്ത ആൾക്കാരെ മാത്രമല്ല അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയത്, ഒപ്പോണൻസിനെയും ബ്രിട്ടീഷുകാരെ വരെ. കുറേ ബ്രിട്ടീഷുകാരൊക്കെ കുറേ അന്നത്തെ ബ്രിട്ടീഷിലെ ആർമിയിലുള്ള മേജേഴ്സും ജനറൽസും ഒക്കെ കുറേ പേര് എന്താണ് ഗാന്ധിജിയുടെ ഫാനായിരുന്നു, അല്ല ഫിലോസഫിയുടെ ഫാനായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, പക്ഷെ ഫാനായിരുന്നു. അതേപോലെ കുറേ ന്യൂട്രൽസ്, ഏതോ ഒരു പക്ഷത്തും ഇല്ലാത്ത ആൾക്കാരെ ഒക്കെ എന്താണ് ഇദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി. അതാണ് അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ്. എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ കോർ ഐഡിയോളജി എന്തായിരുന്നു, ഫിയർലെസ്നെസ്സും ട്രൂത്തുമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഫിയർലെസ്നെസ്സും ട്രൂത്തും ബ്രിട്ടീഷുകാരെ മാത്രം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഇന്ത്യയിലെ സോഷ്യൽ ഈവിൾസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ അദ്ദേഹം എന്താണ് യൂസ് ചെയ്തു. ഓക്കെ, അതായിരുന്നു ടു ഫോൾഡ് ആക്ഷൻ. ഒന്ന് ബ്രിട്ടീഷേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, രണ്ടാമത് ഇന്ത്യയിലെ ഓൺ സോഷ്യൽ ഈവിൾസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം ലാസ്റ്റ് സെക്ഷൻ. പുതിയൊരു ഗോസ്പൽ വന്നു അല്ലേ, നമ്മുടെ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ നമ്മുടെ വില്ലേജസിലൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് പോയപ്പോൾ മനസ്സിലായി എന്താണ് പുതിയൊരു ഗോസ്പൽ, അതായത് ഗാന്ധിജിയുടെ ഈ ഒരു ഫിലോസഫി, ഫിയർലെസ്നെസ്സിൻ്റെയും ട്രൂത്തിൻ്റെ ഫിലോസഫി എന്താണ് എല്ലാத்தைയും സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. പെസൻസ്, കൃഷിക്കാരൊക്കെ എന്താ, അവർ ജാഗ്രതരായി. They woke up. Nehru learned about the real India. The poorest should feel India. See, അപ്പോൾ നെഹ്റു എന്താണ്, നെഹ്റുവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എന്താണ് ശരിക്കത്തെ ഇന്ത്യനെ പറ്റി പഠിച്ചെടുത്തു. അതിനുശേഷം അവർക്ക് എന്താണ് ഈ സ്ട്രഗിളും ഈ ഒരു ബുദ്ധിമുട്ടും കണ്ടതിന് ശേഷം അവർക്ക് ഒരിക്കലും പഴയ അവരുടെ ലൈഫിലേക്ക് പോകാൻ പറ്റിയില്ല, അവരുടെ ആഡംബര ജീവിതത്തിലേക്ക് അവർക്ക് ഒരിക്കലും ആലോചിക്കാൻ വരെ പറ്റിയില്ല. ഓക്കെ, രണ്ടാമത്തെ അതിനുശേഷമുള്ള പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, poorest should feel like. അപ്പോൾ ഗാന്ധിജിയുടെ ഐഡിയൽ എന്തായിരുന്നു, വളരെ കോമൺ ആയിട്ട് ആൾക്കാരും പാവപ്പെട്ടവർക്കും എന്താണ് ഇന്ത്യ അവരുടേതായിട്ട് തോന്നണം അല്ലേ. പെർഫെക്റ്റ് ഹാർമണി, എല്ലാ കമ്മ്യൂണിറ്റീസും പെർഫെക്റ്റ് ഹാർമണിയിൽ ജീവിക്കണം. നോ അൺടച്ചബിലിറ്റി, ഡ്രഗ്സും പാടില്ല. വിമൻ എന്താണ് ഈക്വൽ റൈറ്റ്സ് ഉണ്ടാവണം. എല്ലാ റിലീജിയൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പിന്നെ പറഞ്ഞു, അദ്ദേഹം ഹിന്ദു ആയിരുന്നു, ഹിന്ദു ആയതിനാൽ അദ്ദേഹം ഭയങ്കര പ്രൗഡൊക്കെ ആയിരുന്നു പറഞ്ഞു. പക്ഷേ എല്ലാ റിലീജിയൻസിനും അദ്ദേഹം ഈക്വലി ആയിട്ട് ട്രീറ്റ് ചെയ്തത്, എല്ലാ കൾച്ചേഴ്സിനെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ സ്വന്തം ഇന്ത്യൻ കൾച്ചറിൽ അദ്ദേഹം റൂട്ടഡ് ആയിരുന്നു, വേരുറപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് നല്ല കാര്യങ്ങൾ ബാക്കിയുള്ള കൾച്ചേഴ്സിന് അദ്ദേഹം എടുത്തു. ഓക്കെ, ഇതിന് അവസാനം പറയുന്നത് ഈ ഒരു മനുഷ്യന് ഒരു സൈക്കോളജിക്കൽ റെവല്യൂഷൻ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റി. മനസ്സിലായില്ലേ? ഈ ബ്രിട്ടീഷുകാർക്ക് എതിരുള്ള റെവല്യൂഷൻ മാത്രമല്ല, സൈക്കോളജിക്കലി ഇന്ത്യക്കാരുടെ മനസ്സ് തന്നെ മാറ്റിയെടുക്കാൻ പറ്റി എന്നാണ് അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ബേസിക്കലി ആൻഡ് ദെൻ ഗാന്ധി വന്നതിന് ശേഷം മുൻപുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം വന്നതിന് ശേഷം എങ്ങനെയാണ് കൂടുതൽ എന്താണ് പറയുന്നത്, ഈ ബ്രിട്ടീഷുകാരെ എങ്ങനെ ഫൈറ്റ് ചെയ്തു എന്നല്ല, സൈക്കോളജിക്കൽ ചേഞ്ചസ് എങ്ങനെയാണ് കൊണ്ടുവന്നത്. ഗാന്ധിജിയുടെ ഫിലോസഫി വെച്ചിട്ട് ഇന്ത്യക്കാരെങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്, അത് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കമൻ്റ് ഒന്നും ചെയ്യണമെന്ന് ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ഇതിൽ ഈ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ ചാപ്റ്ററിന് പരീക്ഷ വരാൻ ഏറ്റവും ചാൻസ് ഇല്ല. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാൻ പോകുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ അത് തന്നെ വരും. പരീക്ഷ ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടി വരാം. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷനിൽ തപ്പി കിട്ടിയില്ല, കമൻസിൽ എവിടെയും കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് നോക്കുക, കുറച്ച് കഷ്ടപ്പെടാം. ഓക്കെ, റെഡി? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അടിപൊളി.